T20 ലോകകപ്പ് ചൂടിയ ഇന്ത്യൻ ടീം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. ബാർബഡോസിൽ നിന്ന് ഈ ടീമിനെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. സംഘത്തിന് BCCI വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുമായും ടീം കൂടിക്കാഴ്ച നടത്തും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, അപ്പോൾ നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയിൽ നിന്ന് വ്യത്യസ്തമായി യാത്ര വൈകുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയതായ വിവരങ്ങൾ, നേരത്തെ നമുക്ക് ഈ ഒരു ബുള്ളറ്റിൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ പുലർച്ചെ 1:30 എത്തേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഇന്ത്യൻ ടീം നാളെ രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടി ഡൽഹിയിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ബാർബഡോസിൽ നിന്ന് ഇന്ത്യൻ ടീമുമായുള്ള വിമാനം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. ടീമിന്റെ സെക്യൂരിറ്റി ചെക്കുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ടീം ഉടൻ തന്നെ ടീമുമായിട്ടുള്ള പ്രത്യേക വിമാനം, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉടൻ തന്നെ ബാർബഡോസിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. അങ്ങനെയെങ്കിൽ നാളെ പുലർച്ചെ 6 മണിയോടുകൂടി, രാവിലെ 6 മണിയോടുകൂടി വിമാനം ഡൽഹിയിലെത്തും. വിമാനത്തിൽ 70ഓളം ആളുകളാണുള്ളത്. അതായത് ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, ടീം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഈ ഒരു പ്രത്യേക വിമാനത്തിൽ ഉണ്ടാവുക. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ അടക്കം, അതായത് ബാർബഡോസിൽ കുടുങ്ങിക്കിടക്കുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം BCCI പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകരടക്കം ഉള്ള 70 അംഗ സംഘമാണ് എന്തായാലും നാളെ രാവിലെയോടുകൂടി ഇന്ത്യയിലേക്ക് എത്തുക. ഈ ഒരു സംഘത്തിനൊപ്പം BCCIയുടെ സെക്രട്ടറി ജയ്ഷായും ഉണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. അതായത് കഴിഞ്ഞ ആ ഒരു ലോകകപ്പ് ഫൈനൽ ദിനം ആഘോഷിക്കാൻ, ഇന്ത്യൻ ടീമിനൊപ്പം ആഘോഷിക്കാൻ തന്നെ ഫൈനൽ നടക്കുന്ന സമയം തന്നെ BCCI സെക്രട്ടറി ജയ്ഷാ ടീമിനൊപ്പം എത്തിയിരുന്നു. ആ ഒരു ജയ്ഷായും കഴിഞ്ഞ ദിവസങ്ങളിലായി ഹോട്ടലിലും ഇവർ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ആ ജയ്ഷായും എന്തായാലും ടീമിനൊപ്പം നാളെ മടങ്ങിയെത്തുന്നുണ്ട്. ഇന്ത്യയിൽ എത്തുന്ന ടീമിന് വലിയ വരവേൽപ്പ് തന്നെ നൽകാനാണ് BCCI ടീം മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം BCCI ഈ സിംബാബ്വൻ പര്യടനത്തിലുള്ള ടീമിൽ ഉൾപ്പെട്ട, അതായത് ഈ ഒരു ലോകകപ്പ് പര്യടനത്തിൽ ഉൾപ്പെട്ട സിംബാബ്വെ ടീമിലേക്ക് പോകേണ്ട താരങ്ങളോട് പോകേണ്ട എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ താരങ്ങളെ അടക്കം മലയാളി താരം സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശിവം ദുബെ അടക്കമുള്ള ആളുകളോട് ടീം ഇന്ത്യക്കൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങി എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയൊരു സ്വീകരണം തന്നെ BCCI നാളെ 6 മണിക്ക് എത്തുന്ന ടീമിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ രോഹിത് ശർമ്മ ടീമിൽ ലഭിച്ച ആ ഒരു ട്രോഫി പ്രധാനമന്ത്രിക്ക് കൈമാറും എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതായത് അങ്ങനെ എന്തായാലും ഇന്ത്യയിലേക്ക് കുറെ നാളുകൾക്ക് ശേഷം എത്തുന്ന, അതായത് 2007 ശേഷം എത്തുന്ന ആ ഒരു 2020 ലോക കിരീടം, ആ ഒരു കിരീട നേട്ടം വലിയ ആഘോഷമാക്കാനാണ് BCCI ഒരുങ്ങുന്നത്. ആഘോഷത്തിന്റെ ഭാഗമാകാനാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും, മുഴുവൻ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത്.